ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മയങ്ങുന്ന സമയത്താണ് ഫോൺ ബെല്ല് കേട്ട് കാശി ഉണർന്നത്. ചുവരോട് ചേർന്ന് ഉറങ്ങിക്കിടക്കുന്ന അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് കാശി വേഗം ഫോൺ എടുത്തു. അച്ചു ആണ് വിളിക്കുന്നത് എന്ന് കാണെ അവൻ വേഗം ഫോണും എടുത്ത് മുറിക്ക് പുറത്തേക്കിറങ്ങി. ഹലോ അച്ചു. കാശി ചേട്ടാ, അമ്ന അമ്ന വിളിച്ചു. എപ്പോ? ദാ ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ. എന്താ പറഞ്ഞേ? അവളുടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അവർ മലപ്പുറത്ത് പോയതാണ്, ഇന്ന് വന്നിട്ടേ ഉള്ളൂ. വന്ന ഉടനെ എന്നെ വിളിച്ചതാണ്. അപ്പുവിനെ കാണുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലേ? അപ്പുവിനെ കാണണമെന്ന് പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടു ചെല്ലാമോ എന്ന് ചോദിച്ചു. അല്പം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത് ഞാൻ. എന്ത് പറയണം കാശി ചേട്ടാ? അതിനിപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ക്ലാസ് ഉണ്ടാവില്ലേ? ഉണ്ട്, അവൾ നാളെ കൂടെ പോകുന്നില്ല എന്നാ പറഞ്ഞേ. അപ്പുവിനെ കാണാൻ വേണ്ടിയാണ് വരുന്നത്, ദൂരെ നിന്ന് കാണുമെന്ന്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വാസമായാൽ അടുത്തേക്ക് വരും. അപ്പുവിനെ കൊണ്ടു ചെല്ലുമോ എന്ന് ഇനി വിളിക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. ചെല്ലാമെന്ന് പറഞ്ഞേക്കച്ചു. നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവാക്കിക്കൊള്ളാം. നിങ്ങളും ഉച്ചയ്ക്ക് ശേഷം സ്റ്റാൻഡിൽ വന്നാൽ മതി. അപ്പുവിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നാ പിന്നെ ഞാൻ ഫോൺ വെച്ചേക്കുവാ ചേട്ടാ, പറഞ്ഞിട്ട് അച്ചു തന്നെ ഫോൺ കട്ട് ചെയ്തു. കാശി ആലോചനയോടെ അല്പനേരം ഇരുന്ന ശേഷം അമലിൻ്റെ നമ്പറിൽ കോൾ ചെയ്തു. കാശിയേട്ടൻ എഴുന്നേറ്റപ്പോൾ എന്താ എന്നെ വിളിക്കാതെ ഇരുന്നേ? എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. വൈകിട്ട് അപ്പു ഉണർന്നപ്പോൾ കാശി കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കണ്ടതും പെണ്ണ് തിരക്കി. ഇനി ഇവിടെ എന്ത് ജോലിയാണ് എൻ്റെ അപ്പൂസേ? തലമുടിയിലെ വെള്ളം കുടഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ മുഖത്തേക്ക് തെറിപ്പിച്ചു കൊണ്ട് കാശി ചോദിച്ചു. ഈ കാശിയേട്ടൻ ഇതെന്താ കാണിക്കുന്നേ? മുറ്റത്തൊക്കെ ഒത്തിരി ഇലയൊക്കെ വീണ് കിടപ്പില്ലേ? അതൊക്കെ തൂത്ത് തീയിടണം. പിന്നെ തുണിയൊക്കെ മടക്കി വെക്കണം. അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. മുഖത്തൊക്കെ വീണ വെള്ളത്തുള്ളികളെ തുടച്ചു മാറ്റി ആദ്യം ഇത്തിരി ചൊടിപ്പോടെയും പിന്നെ മൃദുവായും പറഞ്ഞു അപ്പു. അപ്പൂസേ, അപ്പൂസ്. ബെഡൊക്കെ ശരിയാക്കി ഇട്ടുകൊണ്ട് നിന്ന പെണ്ണ് അവൻ്റെ വിളി കേൾക്കെ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് തിരിഞ്ഞു. എന്താ? ചുണ്ടൊക്കെ കൂർപ്പിച്ച് നിന്ന് അപ്പു തിരക്കി. അതില്ലേ അപ്പൂട്ടാ, കാശിയേട്ടൻ വായനശാലയിൽ പോയി ഒന്ന് തല കാണിച്ചിട്ട് ഓടി വരാമേ. ഞാനിപ്പോൾ ചായ ഇട്ട് തരാം കാശിയേട്ടാ, കുടിച്ചിട്ട് പോയാൽ മതി. അവളെയും ചേർത്ത് പിടിച്ച് പോകാനിറങ്ങി വന്നവനോട് പെട്ടെന്ന് ഓർത്തതുപോലെ അപ്പു തിരക്കി. ചായ ഞാൻ ഉണ്ടാക്കി എൻ്റെ അപ്പൂസേ. നിനക്കുള്ളത് കാശിയേട്ടൻ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു ചെന്ന് അതെടുത്ത് കുടിച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്താൽ മതി. അവളുടെ പാറി പറന്നു കിടന്ന തലമുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് കാശി പുറത്തേക്കിറങ്ങി. അവൻ ഗേറ്റ് അടച്ച് നടന്നു പോകുന്നത് നോക്കി നിന്നിട്ട് വാതിലടച്ച് കുറ്റിയിട്ട് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു അപ്പു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മിസ്സിനോട് പെർമിഷൻ വാങ്ങി അച്ചുവിനെയും കൂട്ടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ വരണം കേട്ടോ അപ്പൂസേ. രാവിലെ പോകാൻ നേരം ബാഗൊക്കെ എടുത്ത് അവൻ്റെ പിന്നാലെ ഹാളിലേക്ക് വന്നവളെ പിടിച്ചു നിർത്തി കാശി പറഞ്ഞു. അയ്യോ, നേരത്തെ പറയാഞ്ഞതെന്താ എൻ്റെ കാശിയേട്ടാ? വെറുതെ ചോറൊക്കെ എടുത്തു വെച്ചു. അപ്പു മുഖമൊക്കെ ചുളുക്കി പിടിച്ചിട്ട് അവനെ നോക്കി. ചോറെടുത്തത് കൊണ്ട് ഇപ്പം എന്താ പ്രശ്നം? മര്യാദയ്ക്ക് അതും കഴിച്ച് 2 മണിയാകുമ്പോൾ സ്റ്റാൻഡിൽ വന്നാൽ മതി. ഇരുവരും ഒരുമിച്ചിറങ്ങുമ്പോൾ കാശി പറഞ്ഞു. എന്തിനാ അവിടെ പോകുന്നതെന്ന് നീ എന്താ അപ്പു ചോദിക്കാത്തത്? തൻ്റെ തോളിലിരിക്കുന്ന അപ്പുവിൻ്റെ കൈ പിടിച്ചെടുത്തു ആ വിരൽത്തുമ്പിൽ മൃദുവായി ഒന്ന് ചുണ്ടമർത്തിക്കൊണ്ട് കാശി ചോദിച്ചു. എന്തിനാ പോകുന്നതെന്ന് എനിക്കറിയാം. ആ ചേച്ചിയെ കാണാനല്ലേ? അവൻ്റെ മുതുകിൽ മുഖം ചായച്ചു വെച്ചുകൊണ്ട് അവൾ തിരിച്ചു ചോദിച്ചു. അപ്പുവിനെ കാണണമെന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ പോയൊന്ന് കാണണ്ടേ? കാശി ചോദിച്ചതിന് മറുപടി എന്നോണം അവൾ മുതുകിൽ ചാഞ്ഞിരുന്നു തന്നെ നേർത്ത ശബ്ദത്തിൽ അവളൊന്ന് മൂളി. വിഷമിച്ചൊന്ന് ഇരിക്കരുത് കേട്ടോ അപ്പു. ഉച്ചയ്ക്ക് ചോറ് മുഴുവൻ കഴിച്ചിട്ട് വേണം വരാൻ. അച്ചുവിൻ്റെ അരികിൽ ഇറക്കുമ്പോൾ കാശി വീണ്ടും അപ്പുവിനെ ഓർമ്മിപ്പിച്ചു. ആ, ഞാൻ കഴിച്ചോളാം. കാശിയേട്ടൻ സമാധാനമായിട്ട് പോയിട്ട് വായോ. തൻ്റെ മുഖം പാടിയിരുന്നാൽ കാശിക്ക് അത് വിഷമമാകും എന്ന് തോന്നിയതും അപ്പു ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് കാണാം കേട്ടോ. 2 പേരോടും യാത്ര പറഞ്ഞു കാശി പോയതും അച്ചു അപ്പുവിൻ്റെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ആ കുട്ടിയെ കാണുന്നില്ലല്ലോ അച്ചു. 2 മണി എന്നല്ലേ പറഞ്ഞിരുന്നത്? വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അമൽ ചോദിച്ചു. എന്നോട് ഇന്ന് രാവിലെയും ഉറപ്പ് പറഞ്ഞു അമലേട്ടാ, ഇന്ന് 2 മണിക്ക് എത്തുമെന്ന്. കാശിയുടെ ചുമലിൽ തല ചായച്ചു വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് അച്ചു പറഞ്ഞു. അങ്ങോട്ട് വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ അച്ചുവേ. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ? അമൽ ആലോചനയോടെ പറഞ്ഞു. മണി ഇപ്പോൾ 2:30 ആയില്ലേ? ഇനിയിപ്പോൾ കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ? അച്ചു സ്വയം ചോദിച്ചു. അച്ചു പറഞ്ഞു നിർത്തിയതും കയ്യിലിരുന്ന അവളുടെ ഫോൺ ബെല്ല് കേട്ടതും ഒരുമിച്ചായിരുന്നു. ആ കുട്ടിയാണോ അച്ചു? അമൽ ചോദിച്ചു. കാശി മുഖമുയർത്തി നോക്കിയെങ്കിലും അപ്പു കണ്ണു തുറന്നതേയില്ല. കോൾ എടുക്കച്ചു, എന്നിട്ട് വരണുണ്ടോ എന്ന് ചോദിക്ക്, അമൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഹലോ. കോൾ എടുത്തതും അച്ചു അങ്ങോട്ട് പറഞ്ഞു. സാരമില്ല, നമ്മൾ അന്ന് കണ്ടില്ലേ, അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് ഞങ്ങൾ. ഓക്കെ. എന്ത് പറഞ്ഞു അച്ചു? ആ കുട്ടി ഇവിടെ എത്തിയോ? അച്ചുവിൻ്റെ ഫോൺ കട്ടായതും അമൽ ചോദിച്ചു. അമ്മ എത്തി, അതിൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അച്ചു മെല്ലെ പറയവേ കാശി അപ്പുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചു. ആ, ദേ വരണുണ്ട്.
സ്റ്റാൻഡിന്റെ പുറത്ത് ഗേറ്റ് കടന്നു വരുന്ന അമ്മയെ കണ്ട് പറഞ്ഞുകൊണ്ട് അച്ചു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. കുറച്ചു ദൂരെ ഒരു പുരുഷന്റെ കൈയും പിടിച്ച് നിന്ന് തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്ന ആ പെൺകുട്ടിയെ കാണെ അപ്പു നിറഞ്ഞുപോയ മിഴികൾ ആരും കാണാതെ ഇരിക്കാൻ കാശിയുടെ നെഞ്ചിൽ മുഖമമർത്തി കളഞ്ഞു. അപ്പുമോളെ കരയില്ലേ, ദേ എല്ലാവരും നോക്കുന്നുണ്ട് അപ്പൂട്ടാ. കാശിയേട്ടന്റെ കുഞ്ഞ് നല്ല ധൈര്യമുള്ള കുട്ടിയായി ഈ നിമിഷം തരണം ചെയ്യണം. കാശി അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണിന് താഴെ ഒഴുകി പടർന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു. എനിക്ക് അതിനെ കാണണ്ട. ആ കുട്ടിക്ക് വേണ്ടിയാവില്ലേ എൻ്റെ അമ്മയെ അയാൾ ചതിച്ചത്? വിതുമ്പിക്കൊണ്ട് അപ്പു വീണ്ടും അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. പോട്ടെ അപ്പൂസേ, അതൊക്കെ കഴിഞ്ഞില്ലേ. ഇന്ന് ഒരു ദിവസം ആ കുട്ടിയോട് ഒന്നും മിണ്ടി പറഞ്ഞു നമുക്ക് പോകാം. വേറെ ഒന്നും വേണ്ട. അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് വെച്ചു കാശി മെല്ലെ പറഞ്ഞു. ഇനി എന്നെ കാണാൻ വരണ്ട എന്ന് പറയണം. എനിക്ക് കാശിയേട്ടൻ മതി. വേറെ ആരും എന്നെ അന്വേഷിച്ചു വരണ്ട. മൂക്ക് വലിച്ചുകൊണ്ട് മുഖം ഉയർത്തി കാശിയെ നോക്കി അപ്പു വാശിയോടെ പറഞ്ഞു. വേണ്ട, ആരും വരണ്ടാന്ന് ഏട്ടൻ പറയാം. എൻ്റെ അപ്പു ഇങ്ങനെ സങ്കടപ്പെടാതെ ഇരുന്നാൽ മതി. അപ്പുവിൻ്റെ മുഖം പിടിച്ചുയർത്തി ആ മുഖമൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു. ഇതൊക്കെ കണ്ട് അല്പം മാറി നിൽക്കുന്നവർ കണ്ണ് തുടയ്ക്കുന്നതും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവൻ ചേർത്ത് പിടിക്കുന്നതും ഒപ്പം തൂവാല കൊണ്ട് സ്വന്തം കണ്ണുകൾ ഒപ്പുന്നതും കാണെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നതുപോലെ അപ്പുവിനെ ചുറ്റിപ്പിടിച്ചു കാശിയും. അവരിങ്ങോട്ട് വരുന്നുണ്ട് അപ്പു, ദേഷ്യമൊന്നും കാണിക്കല്ലേ. അവരെൻ്റെ അപ്പൂട്ടനെ കണ്ട് സംസാരിച്ചു പൊയ്ക്കോട്ടെ. ദേ അച്ചുവിനും അമലിനും ഒക്കെ അതാണ് ആഗ്രഹം. നിറഞ്ഞ വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന അച്ചുവിനെയും അമലിനെയും ഒന്ന് നോക്കുകയും ചെയ്തു. മൂക്കൊന്ന് വലിച്ചു മുഖവും തുടച്ചുകൊണ്ട് അവളൊന്ന് മൂളി. ഒപ്പം തലയാട്ടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഫായിസ് റഹ്മാൻ, അമ്നയുടെ ഹസ്ബൻഡാണ്. കാശിയുടെ മുന്നിൽ വന്നു നിന്ന് കൈ നീട്ടിക്കൊണ്ട് അമ്നയ്ക്കൊപ്പം വന്നയാൾ പറഞ്ഞു. ഞാൻ കാശിദേവ്. അപ്പു അർപ്പിതാലക്ഷ്മിയുടെ അറിയാം, അമ്ന പറഞ്ഞിട്ടുണ്ട്. കാശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഫായിസ് പറഞ്ഞു. അപ്പോഴേക്കും ഇരുവരുടെയും കണ്ണുകൾ കാശിയുടെ നെഞ്ചോരം പതുങ്ങി ചേർന്ന് നിൽക്കുന്ന ആ പെണ്ണിന്റെ കുനിഞ്ഞ മുഖത്ത് തന്നെയായിരുന്നു. അപ്പു നോക്കുമോളെ, ഇവർ നിന്നെ കാണാനല്ലേ വന്നത്? കാശി അവളുടെ താഴ്ത്തി പിടിച്ച മുഖത്തെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പു, ഞങ്ങൾക്കും അങ്ങനെ തന്നെ വിളിക്കാമല്ലോ അല്ലേ കാശി? ഫായിസ് മെല്ലെ ചോദിച്ചു. വിളിച്ചോളൂ, എല്ലാവരും അപ്പൂന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാശിയും ചെറുചിരിയോടെ പറഞ്ഞു. അപ്പു ഇങ്ങോട്ട് നോക്കുമോളെ, ഞാൻ അമ്നയുടെ ഭർത്താവ് മാത്രമല്ല കേട്ടോ, അവളുടെ അമ്മയുടെ മൂത്ത സഹോദരന്റെ മകൻ കൂടെയാണ്. മുഖം താഴ്ത്തി നിന്ന് കൊണ്ടുവന്നെ കണ്ണ് മാത്രം ഉയർത്തി അപ്പു അവനെ ഒന്ന് നോക്കി. അപ്പുവിന് ഞങ്ങളെ കാണാൻ ആഗ്രഹമില്ലേ? കരയാതെ പറഞ്ഞോ, ഞങ്ങൾ പോയേക്കാം. അവളുടെ കയ്യിൽ മെല്ലെ തൊട്ടുകൊണ്ട് നിറമിഴിയോടെ അമ്ന പറഞ്ഞു. അപ്പു ആവട്ടെ ഇണങ്ങാത്ത പൂച്ചക്കുട്ടിയെ പോലെ കൈ മെല്ലെ വലിച്ചു കുറച്ചുകൂടെ കാശിയോട് ചേർന്ന് നിന്നു. അപ്പു ഞങ്ങളെ ഒന്ന് നോക്കടോ. ഞങ്ങളോട് എന്തിനാ പിണക്കം? കണ്ണൊക്കെ നിറച്ചു നിൽക്കുന്ന അമ്നയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫായിസ് വീണ്ടും പറഞ്ഞു. എനിക്ക് ആരോടും പിണക്കമില്ലെന്ന് പറഞ്ഞേ കാശിയേട്ടാ, ദേഷ്യവുമില്ല. പക്ഷേ ഈ ചേച്ചിയുടെ അച്ഛൻ എൻ്റെ അമ്മയെ ചതിച്ചില്ലേ, പറ്റിച്ചില്ലേ? എൻ്റെ അച്ഛൻ ആരാന്ന് പോലും അറിയാത്ത കുട്ടിയാക്കിയില്ലേ? അതുകൊണ്ട് എന്നെ കാണാൻ ആരും ഇനി വരണ്ട. എനിക്ക് ആരെയും കാണണ്ട. മുഖം മെല്ലെ ഉയർത്തി കാശിയുടെ മുഖത്തേക്ക് നോക്കി അപ്പു പറഞ്ഞു. അവളുടെ അല്പം ഉയർന്ന മുഖം ശരിക്കും അടുത്ത് കാണാൻ കൊതിയോടെ നോക്കി ഫായിസും അമ്നയും. അപ്പു മോളെ, ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരും നിന്റെ അമ്മയെ ചതിച്ചിട്ടില്ല. പിന്നെ സംഭവിച്ചതൊക്കെ വിധിയല്ലാതെ മറ്റെന്താണ് ഞാൻ പറയേണ്ടത്? അവളുടെ തുളുമ്പാൻ വെമ്പി നിൽക്കുന്ന ആ കണ്ണുകളിൽ അലിവോടെ നോക്കി ഫായിസ് പറഞ്ഞു. അപ്പോഴും അവരുടെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചു അപ്പു നിന്നു. അപ്പോ ഫായിസ് വീണ്ടും വിളിച്ചതും കണ്ണ് മാത്രം ഉയർത്തി അവനെ ഒന്ന് നോക്കി അപ്പു. ആ നോട്ടം കാണെ ഫായിസ് വാത്സല്യം നിറഞ്ഞത് ചിരിയോടെ അമ്നയെ നോക്കി. അവളും അപ്പുവിന്റെ നോട്ടം കണ്ട് ചെറു ചിരിയോടെ നിൽപ്പുണ്ട്. കള്ള നോട്ടമാണ് അല്ലേക്കോ നമ്മുടെ അപ്പുക്കുട്ടന്? അമ്ന അപ്പുവിന്റെ നോട്ടം കണ്ട് ഫായിസിനോട് തിരക്കി. അവന്റെ കണ്ണുകളുടെ വാത്സല്യം കാണെ എനിക്ക് ആരുടെ സ്നേഹവും വാത്സല്യവും ഒന്നും വേണ്ടെന്ന പോലെ അസ്വസ്ഥതയോടെ മുഖം താഴ്ത്തി കളഞ്ഞു അപ്പു. നമുക്ക് പുറത്തെ പാർക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ വീട്ടിലോട്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ദേ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഫായിസ്. അപ്പുവിനെ ചേർത്ത് പിടിച്ചു നിന്ന കാശി ചുറ്റിനും നോക്കിയിട്ട് മെല്ലെ പറഞ്ഞു. എന്നാ വീട്ടിലേക്ക് പോകാം അല്ലേ ഇക്കോ? നമുക്കും വീടൊന്ന് കണ്ടിരിക്കാമല്ലോ. സന്തോഷത്തോടെ അമ്ന പറയുമ്പോൾ അപ്പു ഇഷ്ടക്കേടോടെ കാശിയെ നോക്കി. ആ നോട്ടം കണ്ട് കാര്യം മനസ്സിലായ കാശി അവളെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണൊന്നു ചിമ്മി. രാഗത്തിലേക്കാണ് എല്ലാവരും വന്നത്. അച്ചു ഉണ്ടാക്കി കൊടുത്ത ചായയും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പഴംപൊരിയും കഴിച്ചതിന് ശേഷമാണ് ഫായിസ് സംസാരിച്ചു തുടങ്ങിയത്. കാശി, ഞങ്ങൾ മലപ്പുറത്തുകാരാണ്. അവിടെ അറക്കൽ തറവാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇവളുടെ ഉമ്മയും ഉപ്പയും ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്വന്തം ബന്ധങ്ങളൊക്കെ മലപ്പുറത്ത് തന്നെയാണ്. ഫായിസ് ഓരോന്ന് പറയുമ്പോഴും അപ്പു വല്ലായ്മയോടെ കാശിയുടെ ഷർട്ട് നുള്ളി വലിച്ചു. അപ്പൂസേ എന്താടാ? കാശി അവളുടെ കാതോരം തിരക്കി. എനിക്ക് കൂടുതലൊന്നും അറിയണ്ട കാശിയേട്ടാ. ആ ചേച്ചിയുടെ അനിയത്തിയാണോ ഞാൻ? അതുമാത്രം അറിഞ്ഞാൽ മതി എനിക്ക്.
എൻ്റെ അമ്മയെ എന്തിനാ ചതിച്ചതെന്ന് ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം. അതുപോലെ തന്ത ആരെന്ന് അറിയാത്തവളെന്ന് എന്നെ വിളിച്ചവരോടൊക്കെ ഇതാണ് എൻ്റെ തന്ത എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അത്രയേ എനിക്ക് വേണ്ടൂ. അല്ലാതെ എനിക്ക് ആരുടെയും തറവാടും അതിൻ്റെ മഹത്വവും ഒന്നും അറിയേണ്ട. വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത് എങ്കിലും സ്വരം ഇതുവരെ ഇല്ലാത്ത പോലെ കടുത്തിരുന്നു. അപ്പുവിൻ്റെ കടുത്ത സ്വരത്തിലുള്ള വാക്കുകളും മുഖത്തെ ദേഷ്യഭാവവും കാണെ ഓർമ്മ വെച്ച നാൾ മുതൽ അവളുടെ കൂടെ നടക്കുന്ന അച്ചു പോലും ഞെട്ടിപ്പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ കരയുമെന്ന് കരുതിയിരുന്നിടത്ത് ഈ ദേഷ്യം, അതും ഫായിസും അമ്നയും കേൾക്കെ ഇങ്ങനെയൊക്കെ അപ്പു പറയുമെന്ന് കാശി കരുതിയതേയില്ല. അപ്പോ എന്താടാ ഇത്? ഇവര് നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ? കാശി കുഞ്ഞൊരു ശാസനയോടെ തിരക്കി. വേണ്ട ചേട്ടാ, അവളെ വഴക്ക് പറയണ്ട. അവള് കടന്നുപോയ വേദനകളല്ലേ പറയുന്നത്. അപ്പുവിന് എന്താ അറിയേണ്ടത്? എൻ്റെ ഉപ്പയാണോ അപ്പുവിൻ്റെ അമ്മയെ ചതിച്ചതെന്നാണോ? മുഖം കുനിച്ചിരിക്കുന്ന അപ്പുവിൻ്റെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ആദ്യം കാശിയോടും പിന്നെ അപ്പുവിനോടുമായിട്ട് അമ്ന പറഞ്ഞു. ചേച്ചിയുടെ ഉപ്പ ആരായാലും ഈ ചേട്ടൻ്റെ ഉപ്പയായാലും അത് ആരെന്ന് മാത്രം പറഞ്ഞാൽ മതി. അമ്നയുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അപ്പു പറഞ്ഞു. ഞങ്ങളുടെ രണ്ടാളുടെ ഉപ്പയല്ല അപ്പുവിൻ്റെ ഉപ്പ. അപ്പുവിൻ്റെ ഇപ്പുറം വന്നിരുന്ന് ഫായിസും പറഞ്ഞു. പിന്നെ ആരാണ് അയാൾ? നിങ്ങളുടെ ആരുമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പോൾ നിങ്ങൾ എന്നെ തേടി വന്നത്? ഞാനും ഈ ചേച്ചിയും പിന്നെ എങ്ങനെ ഇത്രയും സാമ്യം വന്നത്? പറയ്. എല്ലാവരും കൂടെ എന്നെ പറ്റിക്കാൻ നോക്കുവാണ്. താൻ അവരുടെ ആരുമല്ലേ എന്നുള്ള സംശയത്തിൽ അപ്പു ആശങ്കയോടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അപ്പു, നീ ഞങ്ങളുടെ അനിയത്തിക്കുട്ടി തന്നെയാണ്. ഞങ്ങളുടെ അറിവ് ശരിയാണ് എങ്കിൽ എൻ്റെ ചെറിയാപ്പയുടെ മകളാണ് നീ. ഫായിസ് പറഞ്ഞതും അപ്പു ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കി. പിന്നെ വിതുമ്പലോടെ കാശിയുടെ ചുമൽ മുഖം ചായച്ചു വെച്ചു. അപ്പു, കരയല്ലേ മോളെ, കാശി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചെറിയാപ്പ എന്ന് പറയുമ്പോൾ അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി സംശയത്തോടെ അവരെ നോക്കി. എൻ്റെ ഉപ്പയുടെ അനിയൻ. ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. 19 വർഷം മുമ്പ് വള്ളം മറിഞ്ഞുള്ള അപകടത്തിലാണ് പുള്ളി മരിച്ചത്. അന്ന് ആൾക്ക് 21 വയസ്സായിരുന്നു പ്രായം. അന്നത് വലിയ വാർത്തയായിരുന്നു. 7 പേരാണ് ആ അപകടത്തിൽ മരിച്ചത്. ഒരു ദീർഘനിശ്വാസത്തോടെ ഫായിസ് പറഞ്ഞു. അപ്പു, മോളുടെ അമ്മയെ നിന്റെ ഉപ്പ ചതിച്ചതൊന്നുമല്ല. തനിക്കൊരു പെൺകുട്ടിയോട് പ്രണയമുണ്ടെന്ന് ഉമ്മുമ്മയോട് പുള്ളി പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് എൻ്റെ ഉമ്മി പറയും. ഒരു സുന്ദരി കുട്ടിയാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മ അച്ഛൻ പോയത് അറിഞ്ഞിട്ടാവോ? കാശിയേട്ട ഒന്നും മിണ്ടാതായത്? ഒരുപാട് ഇഷ്ടമായിരുന്നിട്ട് കാണും അമ്മയ്ക്ക് അച്ചായോട്. അതുകൊണ്ടാണോ എന്നെ തനിച്ചാക്കി അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കളഞ്ഞത്? അവൻ്റെ നെഞ്ചോട് ചേർന്ന് പതുങ്ങിയിരുന്നു കൊണ്ട് അപ്പു കണ്ണുനീരോടെ ശക്തമായ ഏങ്ങലടിയോടെ തിരക്കി. അയ്യേ, എൻ്റെ അപ്പു കുറച്ചു മുന്നേ ഒരുപാട് ധൈര്യത്തോടെയൊക്കെ സംസാരിച്ചതല്ലേ? അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിന്നിട്ട് ഇങ്ങനെ കരയാൻ പാടുണ്ടോ? അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു കളഞ്ഞു കാശി. അപ്പൂട്ടാ. വാടിയ പൂവ് പോലെ കുഴഞ്ഞുപോയ ആ ദേഹം നിലത്തേക്ക് ഊർന്നു പോകാതെ അടക്കി പിടിച്ചുകൊണ്ട് കാശി വിളിച്ചു. അമ്മയും ഫായിസും വെപ്രാളത്തോടെ എഴുന്നേറ്റു. അവൾ ഒരുപാട് കരഞ്ഞാൽ ഇതുപോലെ ദേഹമൊക്കെ കുഴഞ്ഞു പോകും കാശിയേട്ടാ. പണ്ടേ അങ്ങനെയാണ്. ഒന്ന് ഉറങ്ങി ഉണരുമ്പോൾ ശരിയാകും, പേടിക്കണ്ട. അപ്പുവിൻ്റെ അവസ്ഥ കണ്ട് തളർന്നുപോയ കാശിയോട് അച്ചു പറഞ്ഞു. ഞാൻ അപ്പുവിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം. ആ കുഞ്ഞിപ്പെണ്ണിനെ കോരിയെടുത്ത് വല്ലായ്മയോടെ ഇരിക്കുന്നവരെ നോക്കി പറഞ്ഞിട്ട് കാശിയും അപ്പുവുമായി മുറിയിലേക്ക് പോയി. അച്ചുവും അമലേട്ടനുമൊക്കെ പോയോ കാശിയേട്ടാ? ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന അപ്പു ഹെഡ്രസ്സിൽ ചാരിയിരുന്ന് തന്നെ നോക്കുന്ന കാശിയോട് തിരക്കി. അവൾ രണ്ടാളും മാത്രമല്ല, അപ്പുവിൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ പോയി. കാശി പെണ്ണിൻ്റെ ഭാവം കണ്ട് ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവരെ കുറച്ചൊന്നും ചോദിച്ചില്ലല്ലോ. കൂർത്ത ചുണ്ടുകളോടെ പെണ്ണു പറഞ്ഞു. എൻ്റെ അപ്പൂട്ടൻ ചോദിച്ചില്ല എങ്കിലും കാശിയേട്ടന് പറയണം. അവളെ പൊക്കിയെടുത്ത് നെഞ്ചിൽ ചേർത്തുകൊണ്ട് അവനും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പറയണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എന്നെ വിട്ടേ, എനിക്ക് പോണം. പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി പെണ്ണ്. അങ്ങനെ അങ്ങ് പോയാലോ എൻ്റെ അപ്പൂട്ട? എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഇനിയും എന്തൊക്കെ അറിയാൻ തോന്നുന്നില്ലേ? അവളെ ചുറ്റി വരുന്ന് എടുത്ത് നെഞ്ചിൽ ചേർത്തുകൊണ്ട് കാശി ചോദിച്ചു. വേണ്ടല്ലോ, എനിക്കൊന്നും അറിയണ്ട. ഇനി എന്ത് അറിഞ്ഞാലും അപ്പു അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി തന്നെയല്ലേ? കുതിറൽ നിർത്തി കാശിയുടെ നെഞ്ചിൽ മുഖം ചായച്ചു വെച്ചുകൊണ്ട് പറയുമ്പോൾ തന്നെ അപ്പുവിൻ്റെ കണ്ണുകൾ നനവൂറി. എന്നെങ്കിലും നിന്റെ അച്ഛനെ കണ്ടെത്താൻ കഴിയുമെന്ന് എൻ്റെ അപ്പൂട്ടൻ ആഗ്രഹിച്ചോ? കാശി ആ മുഖം ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു. അപ്പു അതിന് മറുപടി ഒന്നും പറയാതെ അവൻ്റെ കൈക്കീഴിൽ മുറുകെ പിടിച്ചതേയുള്ളൂ.